ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നീളത്തിലരിഞ്ഞ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പം നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുട്ട വേണമെങ്കിൽ സൈഡിലൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നന്നായിട്ട് ഈ മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. മുട്ടയിലേക്ക് ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചേരുന്ന വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മുട്ടക്കറിയിൽ ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് കൊണ്ടുപോകാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഹോട്ടലിലെ മുട്ട റോസ്റ്റിനെക്കാളും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ.